ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് ഗുഡ് ഈവനിങ് പറഞ്ഞത്, അതായത് ഉച്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിനഖം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് പറയാനാണ് വന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്സല്ല, 2-3 ടിപ്സുകൾ പറയാം. അതായത് ഈ കുഴിനഖമുള്ള ആൾക്കാർക്ക് കൂടെ വിരലുകൾ ചെറിയ ചൂടുവെള്ളം ഉപ്പിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് തുണിയിൽ മുക്കി കാല് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കുഴിനഖത്തിന് വേണ്ടി ഇടയ്ക്ക് പെഡിക്യൂർ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നവർക്ക് പെഡിക്യൂർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷനും കൂടെ ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ മൈലാഞ്ചി ഇല അരച്ച് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക. പിന്നെ നഖം വൃത്തിയായി, അതായത് നഖത്തിൻ്റെ അരിക് നല്ല രീതിക്ക് വൃത്താകൃതിയിൽ വെട്ടി, അതായത് വട്ടത്തിന് വെട്ടിക്കൊടുക്കുക. ഇനി ഇത് നഖം വളരുന്നതനുസരിച്ച് നഖം കൂടെ വെട്ടി വൃത്തിയാക്കുക. ഈ നഖം വളരുന്നതനുസരിച്ച് വെട്ടി വൃത്തിയാക്കാൻ പറഞ്ഞാൽ നഖത്തിൻ്റെ അകത്ത് അഴുക്ക് കയറി അതിരുന്നടിഞ്ഞ് ആ ഭാഗം അങ്ങനെയാണ് കുഴിനഖം ഉണ്ടാകുന്നത്. കാരണം അഴുക്ക് കയറി ഇരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച് പുറത്തോട്ട് എടുത്ത് കളയാതെ അത് വീണ്ടും അവിടെ തന്നെ ഇരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചിലപ്പോൾ കുട്ടക്സൊക്കെ എന്തെങ്കിലും അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നഖത്തിൽ കുഴിനഖം ഉണ്ടാകും. അത് വലിയവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ആർക്കായാലും വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ കുഴിനഖം ഉണ്ടാകും. അപ്പോൾ ഇനിയൊരു ഇതെന്ന് പറഞ്ഞാൽ, ഇനി നഖങ്ങളിൽ കൂടുതൽ ഈർപ്പം കെട്ടി നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഭാഗത്ത് അണുബാധ ഉണ്ടായി കുഴിനഖമായിട്ട് മാറുന്നത്. അപ്പോൾ ഈർപ്പം ഇല്ലാതെ തുടച്ച് എടുക്കാൻ നോക്കുക. ഇനിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറെ നേരം അതിൻ്റെ മണം നിലനിൽക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പുറത്ത് പോണതിനും 20 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പെർഫ്യൂം പുരട്ടുക. ഇപ്രകാരം ചെയ്താൽ പെർഫ്യൂമിൻ്റെ ഗന്ധം ഒരുപാട് സമയം നമ്മുടെ ശരീരത്ത് തങ്ങി നിൽക്കും. ഇനി നമ്മൾ ഇസ്തിരിപ്പെട്ടിയിൽ ഒരു ശകലം പെർഫ്യൂം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ തുണികളിൽ തേക്കുകയാണെങ്കിൽ തുണികൾക്ക് പുതിയൊരു മണം ലഭിക്കും. അപ്പോൾ ആ ടിപ്സ് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. ഇനി അത് കഴിഞ്ഞ് അപ്പം നമ്മൾ തുണിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ സമയത്ത് നമ്മൾ ആ തുണി തേച്ച് എടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടിയുടെ മുകളിൽ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്ത് 2 രീതിക്കും നമുക്ക് ചെയ്യാം. ഇനി അല്പം വാസലിന്, അതായത് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന പെർഫ്യൂം യൂസ് ചെയ്യുന്നതിന് മുന്നേ അല്പം വാസലിൻ നമ്മളെ ശരീരത്ത് പുരട്ടിയ ശേഷം ഈ പെർഫ്യൂം നമ്മളെ ശരീരത്ത് അടിക്കുകയാണെങ്കിൽ ഏറെ സമയം ഇത് നിലനിൽക്കും. ഈ ഒരു സ്മെല്ല് നിലനിർത്താൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പെർഫ്യൂം കുപ്പികൾ അടപ്പ് നീക്കിയ ശേഷം നമ്മൾ തുണികൾ സൂക്ഷിച്ചിരിക്കുന്ന അലമാരയിൽ വെച്ചിരുന്നാൽ നമുക്ക് നല്ല എന്ത് കിട്ടും, വസ്ത്രങ്ങൾക്ക് നല്ല സുഗന്ധം കിട്ടും. ഇനിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അല്പം പെർഫ്യൂം എടുത്ത ശേഷം നമ്മുടെ തലമുടിയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ, അതായത് ശരിക്കും വാരി അങ്ങ് പുരട്ടയല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നതിന് മുന്നേ തലമുടി കഴുകാൻ സമയം കിട്ടാത്ത ആൾക്കാർ എന്ന് വെച്ചാൽ കുളിക്കാതെ പോകണമെന്നല്ല പറയുന്നത്, തലമുടിയിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ, അല്പം പുരട്ടി കൊടുത്താൽ ഇത് ഈ സുഗന്ധം ചെയ്യും ഒഴുകി വ്യാപിക്കും, അതായത് ദൂരോട്ട് വ്യാപിക്കും. അതുപോലെ തന്നെ പുറത്ത് പോകുന്നതിന് മുമ്പ് തലമുടി കഴുകാൻ സമയം കിട്ടാതെ വന്നാലും ഇങ്ങനെ ചെയ്യാം. ഇനി തലയിൽ അല്പം കൊളോൺ, അതായത് കൊളോൺ എന്ന് പറഞ്ഞാൽ അത് പുരട്ടി കൊടുത്താൽ മുടിക്ക് നല്ല പുതുമയും സുഗന്ധവും നിലനിൽക്കും. അപ്പം ഞാനിന്ന് പെർഫ്യൂം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയാനായിട്ടാണ് വന്നത്. അതുപോലെ കുഴിനഖത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ പെഡിക്യൂറും മാനിക്യൂറും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പെഡിക്യൂർ ചെയ്യുന്ന ആൾക്കാർ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന കാലുകൾ നല്ല ഭംഗിയും വരൾച്ചയും മാറി നല്ല പൊരിച്ചില് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ.